7.5 ലക്ഷം രൂപ മുടക്കി 73 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തെങ്കിലും കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിലായി. മാന്നാർ പരുമലക്കടവ്, മുല്ലശ്ശേരിക്കടവ്, കടപ്ര, മഠമുക്ക് റോഡിൽ കോളച്ചാലിൽ ഭാഗമാണ് വെള്ളക്കെട്ട് മൂലം സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നത്. മാന്നാർ പരുമലക്കടവ്, മുല്ലശ്ശേരിക്കടവ്, കടപ്ര, മഠമുക്ക് റോഡിൽ കോളച്ചാലിൽ ഭാഗം വെള്ളക്കെട്ട് മൂലം ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പറ്റാത്ത സ്ഥിതിയിലേക്കെത്തി. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 3-5 വാർഡുകളിൽ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. 5-ാം വാർഡിന്റെ ഭാഗമാകുന്ന കോളച്ചാലിൽ ഭാഗത്തെ വെള്ളക്കെട്ട് മാറ്റുന്നതിനായി ഗ്രാമപഞ്ചായത്ത് 7.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 73 മീറ്റർ നീളത്തിൽ മറ്റ് ഏതോ റോഡ് ഇളക്കിയ വേസ്റ്റും മറ്റും ഉപയോഗപ്പെടുത്തി ഒരുവിധം മുൻധാരണയുമില്ലാതെ റോഡ് ക്രമാതീതമായി ഉയർത്തിയ കാരണത്താലാണ് റോഡിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ട് മുൻപത്തേതിനേക്കാൾ കൂടുതൽ വലിയ ദുരന്തം ജനങ്ങൾക്ക് നൽകുന്നതെന്ന ആരോപണമുണ്ട്. മാന്നാർ വിയപുരം റോഡിനെയും കായംകുളം തിരുവല്ല സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. മാന്നാറിന്റെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും വരുന്ന 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യവും ഈ റോഡിൽ കൂടി കടന്നു പോകുന്നത്. മാന്നാർ ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വൺ വേ ആയി ഉപയോഗിക്കപ്പെടുന്നത് ഈ റോഡാണ്. ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് റോഡ് ഉള്ളത്. റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തകർന്നു കിടക്കുമ്പോൾ വെറും 1 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ 73 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യുവാൻ 7.5 ലക്ഷം രൂപ മുടക്കിയതിൽ ക്രമക്കേടുള്ളതായും ആരോപണമുയരുന്നുണ്ട്. റോഡിന്റെ ഉയരം വർദ്ധിപ്പിച്ചത് കാരണം കോൺക്രീറ്റ് അവസാനിക്കുന്ന സ്ഥലത്തെത്തിയാൽ വാഹനങ്ങളുടെ അടിഭാഗം റോഡിൽ തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതായും പരാതിയുണ്ട്. അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണമാണ് ഇവിടെ നടന്നതെന്നും യാതൊരു രീതിയിലും വെള്ളമൊഴുകി പോകാൻ കഴിയാത്ത രീതിയിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മിക്കുന്ന സമയം ഈ രീതിയിൽ നിർമ്മാണം നടത്തരുതെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും പ്രദേശവാസികളുടെ അഭിപ്രായം പോലും മാനിച്ചില്ല എന്നും 2021-22 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 7,90,000 രൂപയ്ക്ക് ഈ ജംഗ്ഷൻ മുതൽ കടപ്പുറ മഠം വരെ ടാർ ചെയ്ത റോഡാണിത്. ആ റോഡ് ടാർ ചെയ്തിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ പരുമലക്കടവിൽ നിന്ന് ഒരു 70-80 മീറ്റർ റോഡ് താറുമാറായി. ഈ റോഡ് പണിയുമ്പോൾ ഇവിടെ എഞ്ചിനീയർ വരുമോ അതല്ലെങ്കിൽ കോൺട്രാക്ട് എടുക്കുന്നവർ അവർ വരുമോ, ഇവരാരും ചെയ്തില്ല. ഇവർ വരുന്നവർ കോൺട്രാക്ട് എടുക്കുന്നവർ പണി ചെയ്യിപ്പിക്കുക. 2024 മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 7,30,000 രൂപ 73 മീറ്ററിൽ ഈ ടാർ ചെയ്ത റോഡിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. 1 മീറ്റർ കണക്ക് കൂട്ടുമ്പോൾ 1 മീറ്ററിന് 10,000 രൂപ വരുന്നു. 7,30,000 രൂപയാണ് ഈ 73 മീറ്ററിന് ഈ മാന്നാർ ഗ്രാമപഞ്ചായത്ത് തലവണ്ടിയിൽ നിന്നും ചെലവാക്കിയിരിക്കുന്നത്. ഈ ചെലവാക്കിയുള്ള ശാസ്ത്രീയപരമായ രീതിയിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഈ റോഡ് ഇവിടെ പണിതിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പർ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ടിപ്പർ എതിരെ കയറി വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ വീതിയില്ല. അപ്പോൾ 7.5 ലക്ഷം രൂപയേ ഉള്ളൂ. ഇത് ഇത്രയും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച്, ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കനം കുറച്ചിട്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു. ആ സ്ലോപ്പ് നോക്കാതെ റോഡിൻ്റെ ലെവല് എടുക്കാതെ ഇത് ചെയ്തതാണ് ഇതിൻ്റെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത, കഴിവില്ലാത്ത എഞ്ചിനീയർ എന്ത് പറഞ്ഞിട്ടും കേട്ടില്ല. ഞങ്ങൾ 3-4 വീട്ടുകാർ പറഞ്ഞാണ് ഇവിടുത്തെ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കും. അവർ ചെവിക്കൊണ്ടതേ ഇല്ലത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോയി പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഒരു ലോഡ് മക്കെങ്കിലും അവിടെ ഇറക്കി കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക്, സ്ത്രീകൾ ചൂടിദാറിട്ടുകൊണ്ട് അവർക്കും വരുന്ന സ്ത്രീകൾക്ക് പോകാൻ പ്രയാസമാണ്. കാരണം സാരി ഉടുത്തവരാണ് എങ്ങനെയെങ്കിലും അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വലിയൊരു പ്രയാസമായിട്ടാണ് വന്നേക്കുന്നത്. ആൾക്കാർ വണ്ടിയുടെ അടിഭാഗം ഇടിക്കുകയാണ്. അവിടുന്ന് വരുമ്പോൾ ആ 2 സൈഡിലും ആ ഡിപ്പിൻ്റെ അവിടെയും എല്ലാ വണ്ടിയുടെ അടിഭാഗം ഇടിക്കുന്നു. ഒരു കണക്കും ഇല്ലാതെ, ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ, ഒരുത്തരോടും ചർച്ച ചെയ്യാതെ തോന്നിയവാസം കാണിച്ചതാണ് പഞ്ചായത്ത്. ഇത് പഞ്ചായത്തിലെ ആൾക്കാർ, പഞ്ചായത്തിലെ മെമ്പറിൻ്റെ അനാവസ്ഥയും കൂടെ ജനങ്ങൾ പറയുന്നു. CDNet ന്യൂസ്, മാന്നാർ.